അപ്പനെ എപ്പോൾ കണ്ടാലും നമുക്ക് അപ്പ എന്ന് വിളിക്കാം. പക്ഷേ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കരുത്. അത് തന്തയില്ലായ്മത്തനമാണ്. ഇത്തരം അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്. ഹായ്, ഞാൻ ഫെലിക്സ്. മൊമെന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക പ്ലീസ്. നമുക്ക് ആദ്യമായിട്ട് മറുനാടൻ പങ്കുവച്ചൊരു ഫോട്ടോ നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജൊലാനിയുടെ, ഇപ്പൊ ശ്രീയുടെ നിയന്ത്രണം ഇപ്പോൾ ജൊലാനിയുടെ കയ്യിലാണ്. ഈ ജൊലാനിയുടെ ഒരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് അമേരിക്ക പുറത്തുവിട്ടൊരു ഫോട്ടോ ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഈ തലയ്ക്ക് $10 മില്യൺ നമ്മുടെ അമേരിക്ക ഈ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. ഈ സിറിയയിൽ അധികാരം പിടിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവിടെ ഭരണത്തിലിരുന്ന ഈ ബഷർ അൽ അസാദ് അവിടുത്തെ ആഭ്യന്തര കലകം മുറിച്ചപ്പോൾ അത് നാടുപിടിയാണ് ഉണ്ടായത്. അവിടുത്തെ ആഭ്യന്തര കലകം എന്ന് പറയുന്നത് ഈ അസാദ് അവിടെ എനിക്ക് തോന്നുന്നു ഒരു 14 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം അവിടെ സിറിയ ഭരിച്ചത്. ആ സമയം സിറിയക്കാർ വളരെ അസ്വസ്ഥരായിരുന്നു. വെച്ചാൽ ഈ പണമുള്ളവരും പൈസ ഇല്ലാത്തവരും വലിയ അന്തരമായിരുന്നു ഉണ്ടായിരുന്നു. ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നൊരു വലിയൊരു ജനതയായിരുന്നു, വലിയ കഷ്ടത അനുഭവിച്ചൊരു ജനതയായിരുന്നു. അങ്ങനെയാണ് ഈ ആഭ്യന്തര കലകം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് ആസാദ് അവിടെ നിന്ന് സ്ഥലം വിട്ടത്. ഈ സമയമാണ് അവിടുത്തെ ആഭ്യന്തര കലകത്തിലെ പ്രധാന ഗ്രൂപ്പായ ഈ ജൊലാനിയുടെ ഗ്രൂപ്പാണ് ഇപ്പോൾ അവിടെ നിയന്ത്രണം ഏറ്റെടുത്തത്. യഥാർത്ഥത്തിൽ ഈ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഇസ്രയേലിന്റെ അറിവോട് കൂടി തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ ഹിസ്ബുള്ളയായിട്ടുള്ള ഒരു സംഘർഷം ഇസ്രയേലിനോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഹിസ്ബുള്ളയെ ഒന്ന് ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഈ ജൊലാനിയെ ഒരു മൗനസമ്മതത്തോടുകൂടി അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചത്. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെയാണ്. ഈ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പല ഭീകര സംഘടനകളെയും വളർത്തിക്കൊണ്ടുവരികയും അവസാനം ഈ ഭീകര സംഘടനകൾ ഈ രാജ്യത്തിനെതിരെ തിരിയുന്നതൊക്കെയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചരിത്രം പരിശോധിച്ച് തന്നെ നമുക്കത് മനസ്സിലാവും. ട്രംപ് ഇപ്പോൾ നമ്മുടെ പശ്ചിമേഷ്യ ചുറ്റിയടിക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ വിഷയം തീർച്ചയായിട്ടും കച്ചവടമാണ് എന്നറിയാം. ഇപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം നടപ്പിവരുത്താൻ ശ്രമിച്ച ചില ഭ്രാന്തമായ ചില പരിഷ്കാരങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കയറ്റിറക്ക് ഇതിൽ കൊണ്ടുവന്ന വലിയ തീരുവ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള തീരുമാനം വന്നതിന് ശേഷം ഈ യൂറോപ്യൻ യൂണിയനും പോലും അമേരിക്കയെ ഇപ്പോൾ ഒഴിവാക്കുന്ന ഒരു നയമാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള മറ്റൊരു ബിസിനസ് മേഖല കെട്ടിപ്പടുത്താനുള്ള ശ്രമമായിട്ടാണ് ഇപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ പശ്ചിമേഷ്യയിലേക്ക് ചുറ്റിയടിക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും ആയുധ വ്യാപാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇവിടെ ചെന്നാലും അവരുടെ പ്രധാന അജണ്ട. സൗദിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച എന്താണ്, അവിടെ ഈ സിറിയയിലെ ഈ ജൊലാനി പറന്നു വരികയും കോട്ടും സൂട്ടൊക്കെ അണിഞ്ഞു വന്ന ജൊലാനിയെ അദ്ദേഹം ഷക്കൻഡ് കൊടുക്കുകയും പുകഴ്ത്തുന്നതുമൊക്കെ ഉള്ള സീനുകളാണ് നമ്മളവിടെ കണ്ടത്. ഇപ്പോൾ മാത്രമല്ല, ഈ അവസരത്തിൽ അമേരിക്കയുടേതായിട്ടുള്ള സിറിയയിൽ ഉണ്ടായിരുന്ന ഒരു ഉപരോധം പോലും ഈ വേളയിൽ അദ്ദേഹം എടുത്തു കളഞ്ഞു. സത്യത്തിൽ ഈ ഒരു പ്രഖ്യാപനം, ട്രംപിന്റെ ഒരു പ്രഖ്യാപനം, GCCയിലെ ഭരണാധികാരികൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിയോടുകൂടിയാണ് ഈ ട്രംപിന്റെ ഒരു പ്രഖ്യാപനത്തെ വരവേറ്റത്. ഇനിയിപ്പോൾ അവിടെ പ്രധാനമായിട്ടും സംഭവിക്കാൻ പോകുന്നത് സിറിയയിൽ ഒരു ആയുധത്തിന്റെ ഒരു തൊഴുക്കായിരിക്കും അവിടെ ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില ഭീകര സംഘടനകൾക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ട്രംപിന് വേണ്ടതും അതാണ്. ഇനിയിപ്പോൾ ഈ ആയുധങ്ങളെല്ലാം ഈ ഭീകരവാദികളുടെ കയ്യിലൊക്കെ ഇനി എത്താൻ പോകുന്നത് ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ സിറിയ വഴിയായിരിക്കും. അതായത് ട്രംപ് എവിടെ പോയാലും എല്ലാ രാജ്യങ്ങളും പയറ്റുന്നത് ഒരു നയതന്ത്രമല്ല, ഒരു നയ അടവ് തന്ത്രമാണ്. നമുക്ക് ഇസ്രയേലിനോട് പോലും അദ്ദേഹം അത്തരത്തിലുള്ളൊരു തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം ഈ നെതന്യാഹുവിനെ കാണുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കും, അദ്ദേഹം ഇങ്ങനെ ഷാക്കൻഡൊക്കെ കൊടുക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് മറ്റു പലതുമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ ഇസ്രയേൽ ഹമാസ് പോരാട്ടം ഏതാണ്ടൊരു പരസമാപ്തിയിൽ എത്തുന്ന ഒരു വേളയിലാണ് നമ്മുടെ ട്രംപിന്റെ രംഗപ്രവേശം. ഇദ്ദേഹം രംഗപ്രവേശം ചെയ്ത ഉടൻ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഹമാസ്, അതായത് ഗാസയിൽ നിന്നുള്ള നിവാസികളെല്ലാം അവിടെ വിട്ട് പോകണം. നിങ്ങൾ ഈജിപ്തിലോട്ടോ ജോർദാനിലോട്ടോ പോകണം. അവിടെ പോയി അഭയാർത്ഥികളെടുത്ത് താമസിക്കണം. നിങ്ങൾക്ക് വേണ്ട ജീവിത സൗകര്യമൊക്കെ ഞങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇത് ഒരു ഭ്രാന്തമായൊരു അഭിപ്രായമാണ് എന്ന വ്യാഖ്യാനം പറയുകയും എല്ലാ രാജ്യങ്ങളും അത് മുഖവിലക്കെടുത്ത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അവിടെയുള്ള അഭയാർത്ഥികളെ, അമേരിക്കയിലുള്ള അഭയാർത്ഥികളെയൊക്കെ പുറത്താക്കുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇദ്ദേഹം തന്നെ പറയുകയാണ്, ഈ ഗാസയിലുള്ളവരെല്ലാം ഈജിപ്തിലോട്ടോ ജോർദാനിലോട്ടോ പോകണം, അവിടെ അഭയാർത്ഥിയായിട്ട് കഴിയണം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ട്രംപിന്റെ ഈ ഒരു ഭ്രാന്തൻ തീരുമാനത്തിൽ നമ്മുടെ നെതന്യാഹു വീണുപോയി എന്ന് വേണം പറയാൻ. അതല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇപ്പൊ ഗാസ ഇപ്പോൾ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ ആകുമായിരുന്നു. ഒരു പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം ഒരു ബുദ്ധിപരമായ ഒരു നീക്കമായിരിക്കും ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഒരു ഭീകരവാദവും അങ്ങനെ അങ്ങ് അവസാനിക്കും
പഠിപ്പിക്കാനായിട്ട് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ ഭരണാധികാരികൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല, അതിനുള്ള നടപടി ഇവരങ്ങനെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ രാജ്യത്ത് ഈ ലോകത്ത് ഭീകരവാദം ഇല്ലാതായാൽ ഇവരുടെ ആയുധങ്ങളൊക്കെ ആരാ വാങ്ങുന്നത്? കഞ്ഞൂടി മുട്ടുന്നത് അമേരിക്കയിലാണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരാളല്ലല്ലോ നമ്മുടെ ട്രംപ്. ഇനിയിപ്പോൾ ഈ ട്രംപിന്റെ ഈ പശ്ചിമേഷ്യയിലെ കറക്കം നഷ്ടമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോ ഈ ഖത്തറിന്റെ ആതിഥ്യം സ്വീകരിക്കുക മാത്രമല്ല, ഖത്തർ രാജാവിന്റെ വലിയൊരു പാരിതോഷികവും കൂടി, അതായത് കൊട്ടാര സദൃശ്യമായ ഒരു വിമാനം കൂടി അദ്ദേഹത്തിന് ഗിഫ്റ്റ് വാങ്ങിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. നമുക്കറിയാം ഹമാസിന് ഏകദേശം 1.8 ബില്യൺ ഡോളറുകളുമാണ് ഈ ഖത്തർ ഹമാസിന് ധനസഹായമായിട്ട് കൊടുക്കുന്നത്. എന്നിട്ടും ഈ ഖത്തർ രാജാവിൻ്റെ ഒരു പാരിതോഷികം സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഒളുപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഈ അപ്പക്കാണെന്ന് അപ്പ എന്ന് വിളിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. അതായത് ഈ ഇന്ത്യ പാക് യുദ്ധത്തിൽ ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു സംഗതി. അതായത് നമ്മുടെ ഈ ഇന്ത്യ പാക് യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിച്ച മിസൈലൊക്കെ തന്നെ അത് ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിത്തത്തോടുകൂടി ഡെവലപ്പ് ചെയ്തോ മിസൈലുകളൊക്കെയാണ് പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത്. മാത്രമല്ല റഷ്യ നമുക്ക് തന്നിട്ടുള്ള S-4, അതായത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം, അതുപോലും പരിഷ്കരിച്ചൊരു പതിപ്പാണ് നമ്മളവിടെ ഇവർക്കെതിരെ പ്രയോഗിച്ചത്. നമുക്കറിയാം ഒരു 600ഓളം ഈ ഡ്രോണാണ് ഇപ്പോൾ ചൈന നിർമ്മിതവും തുർക്കി നിർമ്മിതമായ 600ഓളം ഡ്രോണുകളാണ് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചത്. ഇതൊക്കെ തന്നെ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രതിരോധിക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും. ഈ ഇന്ത്യക്കാരൊക്കെ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന് അനുബന്ധമായിട്ടൊരു വെടിക്കെട്ടുണ്ട്. ആ വെടിക്കെട്ട് കാണുന്നത് മാതിരിയാണ് ആ യുദ്ധം നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബോധ്യമാണ് നമ്മുടെ ട്രംപിനെ പോലും ഞെട്ടിച്ചത്. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനെ നല്ലൊരു പാഠം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഈ യുദ്ധമില്ലാതാക്കാൻ വേണ്ടി ചാടി പുറപ്പെട്ടതിന്റെ കാരണവും അതാണ്. അങ്ങനെ ഇന്ത്യയുടെ അടി പാകിസ്ഥാൻ വാങ്ങുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യമല്ല അമേരിക്ക, അവിടുത്തെ ഭരണാധികാരികൾ. ഇതോ ഇന്ത്യയെ സമീപിച്ചാൽ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയെ സമീപിച്ചാൽ വിട്ടോ മോനെ ദിനേശ എന്ന് മോദി പറയുമെന്ന് ട്രംപിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പാകിസ്ഥാനെയാണ് അദ്ദേഹം കണ്ടതും യുദ്ധം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് അവിടുത്തെ DGMയുമായിട്ടുള്ള ചർച്ച നടക്കുന്നതും ഈ യുദ്ധം നിർത്താനൊക്കെ വഴിതെളിഞ്ഞു വന്നത്. അല്ലാതെ ഒരു പൊന്നുമോനും നമ്മുടെ ഇന്ത്യയോട് വന്ന് യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് സത്യം ഇതാകാനേ വഴിയുള്ളൂ. ഇപ്പൊ എന്തായാലും ഈ പശ്ചിമ ഏഷ്യയിൽ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ബിസിനസ് താല്പര്യം തന്നെ ഉണ്ടാകും. അതിൽ പ്രധാനം ആയുധ വ്യാപാരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഈ നമ്മുടെ യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന വേളയിൽ തന്നെ ട്രംപ് അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ അതിലൊരു പ്രാധാന്യം കണക്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ വിസിറ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ആയുധ വ്യാപാരം തന്നെയാണ്. എന്ത് ബിസിനസ് ഉണ്ടെങ്കിലും ആയുധ വ്യാപാരം തന്നെയാണ് ഒരു പ്രധാന അജണ്ട. അതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ ആയുധം വാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമായി നമ്മുടെ ഇന്ത്യ പാക് യുദ്ധത്തെ വ്യാഖ്യാനിപ്പിച്ചു ഫലിപ്പിക്കാനായിരിക്കും ഒരുപക്ഷെ ട്രംപ് അവിടെ ശ്രമിക്കുക. കാരണം ഇന്ത്യ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷയെ കരുതിയെങ്കിലും കുറച്ച് ആയുധവും ഒരു ആൾബലവും ഒക്കെ കരുതുന്നത് നന്നായിരിക്കും എന്നായിരിക്കും ട്രംപ് ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം ലോകരാജ്യങ്ങൾ നടത്തുന്നത് ഒരു നയതന്ത്രമല്ല, ഒരു നയ അടവ് തന്ത്രമാണ്. ഇദ്ദേഹം ലോകം മൊത്തം സഞ്ചരിച്ച് സമാധാനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പാണത്. കൃത്യമായിട്ട് പറയാം, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നൊരു സ്വഭാവമാണ്. നമ്മൾ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ചില സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ഇറാന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇറാനോട് അത് എന്താണ് പറയുന്നത്? അണുവായുധ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ന്യൂക്ലിയർ ഈ പരീക്ഷണശാല മൊത്തം ബോംബിട്ട് തകർക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഒന്നും നടന്നില്ലല്ലോ. അങ്ങനെ ഇറാൻ ഇല്ലാതായി കാണുന്നതൊന്നും അങ്ങനെ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഇറാനൊക്കെ ഇല്ലാതായാൽ ഈ ആയുധമൊക്കെ വാങ്ങാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? പിന്നെ ഇസ്രായേലിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമേരിക്കയുടെ ഒരു ബാധ്യതയാണ്. മാത്രമല്ല ഈ ഇറാനെ ആക്രമിക്കുന്ന ഒരു തീരുമാനം വന്നപ്പോൾ അത് റഷ്യയും എതിർത്തിരുന്നു. കാരണം പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൽ കൂടുതൽ മേധാവിത്വം നേടുന്നത് റഷ്യയും എന്തായാലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു എതിർപ്പ് റഷ്യയുടെ ഭാഗത്ത് നിന്നത്. എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തെക്കാളും കൂടുതൽ മിലിറ്ററി പവർ നേടുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുക, ഇത് ഒരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനെതിരെ എന്ത് പാരവെപ്പ് വെക്കണമെങ്കിലും അവർ വെക്കും. ഇപ്പൊ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാതെ നിന്നിരുന്ന ഒരു രാജ്യമാണല്ലോ സോവിയറ്റ് യൂണിയന്റെ കഥയൊക്കെ നമുക്കറിയാമല്ലോ. എന്തിനേറെ ബംഗ്ലാദേശിന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഫണ്ട് നൽകിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറക്കിയിട്ട് ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ച രാജ്യമാണ്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊന്നും കാണാതെയും അറിയാതെയും ഇരിക്കുന്ന ഒരു രാജ്യമല്ല നമ്മുടെ ഇന്ത്യ. നമ്മളെക്കാളും ഈ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് വളവും വെള്ളവും നൽകുന്ന പാകിസ്ഥാനെയാണ് അമേരിക്കയ്ക്ക് കൂടുതൽ താല്പര്യമെന്നും നമ്മുടെ ഭരണാധികാരികൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിപ്പോൾ ട്രംപ് സൗദിയിൽ പോയി ജൊറാനിക്ക് ഷാക്കിന്റെ കൊടുത്തു സിറിയയിലെ ഉപരോധമൊക്കെ നീക്കിയപ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ബോധ്യം വന്നിട്ടുണ്ട്.
ലോകത്ത് ഒരു കാലത്തും ഭീകരവാദം ഇല്ലാതാക്കാനല്ല, ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് ഫണ്ട് നൽകുന്ന ഒരു നയം തന്നെയാണ് എല്ലാ കാലത്തും അമേരിക്ക സ്വീകരിച്ചിട്ടുള്ളത്. ലോകത്ത് ആകമാനം സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അമേരിക്കയിൽ മാത്രം സമാധാനം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഈ പാകിസ്ഥാനും ഉണ്ടാകും, സമാധാനം വന്നാൽ കൂടാവുന്ന അവരും ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ സ്വന്തമായിട്ട് നിലനിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ആരുടെയെങ്കിലും അടിമയായി നിൽക്കാനുള്ളത് മറ്റു മാർഗമല്ല. അമേരിക്കയുടെ വലിയൊരു ഫണ്ടാണ് എല്ലാ വർഷവും പാകിസ്ഥാൻ ലഭിക്കുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നത് $300 മില്യൺ എല്ലാ വർഷവും അമേരിക്ക പാകിസ്ഥാൻ കൊടുക്കുന്നത്. ബൈഡൻ വന്നപ്പോൾ കുറച്ച് വെട്ടിക്കുറച്ചായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് അവരുടെ അടിമയായി അവർ പറയുന്നതനുസരിക്കല്ലാതെ പാകിസ്ഥാന് ഇപ്പോൾ ഒരു മാർഗവുമില്ല. ഇപ്പോൾ ട്രംപിന്റെ ഈ പശ്ചിമേഷ്യൻ കറക്കത്തിൽ പ്രധാനമായിട്ടും ഇറാനെയും അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നുണ്ടാകും. പശ്ചിമേഷ്യൻ രാജ്യങ്ങളേക്ക് ഒന്ന് ആയുധവൽക്കരിച്ചെടുത്താൽ നമ്മുടെ മിലിറ്ററി സ്ട്രെങ്തും കൂടെ ആകുമ്പോൾ ഇറാൻ നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഇറാന്റെ മേൽ അമേരിക്കയുടെ ഉപരോധമൊക്കെ ഉണ്ട്. ഇപ്പോൾ അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഈ ഉപരോധമൊക്കെ ഏത് നിമിഷം അദ്ദേഹം എടുത്തു കളയാം, വേണമെങ്കിൽ ആയുധവും വെക്കും. പക്ഷെ ഇറാൻ അണുവായുധം ഉണ്ടാക്കുന്നതുകൊണ്ട് ട്രംപിനോട് യോജിപ്പില്ല. ട്രംപിന് പേടിയാണ്, ട്രംപിന് മുട്ടടിക്കും. കാരണം അണുവായുധം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല, അവർ എന്തും ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ യുദ്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ക്യാപ്പബിലിറ്റി എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു യുദ്ധമാണ് നടന്നത്. അത് യഥാർത്ഥത്തിൽ ട്രംപ് നല്ല കൃത്യമായിട്ട് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അല്ലാതെ അദ്ദേഹം ഇതൊന്നും കാണാതെയും അറിയാതെയും ഒന്നും അല്ല ഈ പശ്ചിമേഷ്യ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം സൗദിയിൽ പോയി ജുലാനിക്ക് ഷാക്കൻ കൊടുത്തപ്പോൾ അദ്ദേഹം മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും എന്താണെന്ന് അറിയാമോ? ട്രംപ് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകുക, നീ പേടിക്കേണ്ടടാ മോനെ, നിനക്ക് ആയുധം എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ മോദിജി ട്രംപിനെ കെട്ടിപ്പിടിക്കുമ്പോഴോ ഷാക്കിന് കൊടുക്കുമ്പോഴോ നമ്മുടെ മോദിജി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും എന്താണെന്ന് അറിയാമോ? കളി നമ്മോട് വേണ്ട മോനെ ദിനേശ, കളിച്ച നിന്നെ കളി പഠിപ്പിക്കും, വിട്ടോളാ മോനെ ദിനേശ എന്നായിരിക്കും. കാരണം താങ്കൾ പയറ്റുന്നത് അടവ് തന്ത്രമാണെങ്കിൽ നല്ല നയതന്ത്രം ഇന്ത്യക്ക് അറിയാം എന്നായിരിക്കും നമ്മുടെ മോദിജി മനസ്സിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.